ഈ ലോകത്തിൽ എത്ര വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ പലതുമുണ്ട്. അങ്ങനെ നമ്മുടെ കൺമുൻപിൽ ഉണ്ടായിരുന്നിട്ടും നമുക്ക് കണ്ടുപിടിക്കാനേ കഴിയാത്ത വളരെ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മോത്ത്മാൻ. 1966 അമേരിക്കയിലെ ഒഹിയോയിൽ ഒരു കപ്പിൾസ് കാർ ഓടിച്ചു പോവുകയായിരുന്നു രാത്രി സമയത്ത്. അപ്പോൾ അവരുടെ കാറിന് മുൻപിൽ ഏതോ ഒരു രൂപം നിൽക്കുന്നത് കാണുന്നു. എന്നാൽ അവർ കണ്ട കാഴ്ച അവരെ കൊണ്ട് വിശ്വസിക്കാനായില്ല. ഇത് കണ്ടവർ ഭയന്നുപോയി വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്നു. ആ ഒരു രൂപവും അവരെ പിന്തുടർന്നു പോകാൻ തുടങ്ങി. എങ്ങനെയൊക്കെ അതിൽ നിന്നും രക്ഷപ്പെട്ട് ആ സിറ്റി വിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം അവർ കണ്ട കാര്യത്തെക്കുറിച്ച് ഒരുപാട് ന്യൂസ് ചാനൽസ്, TV ചാനൽസിനോട് പറഞ്ഞു. പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് കാണാൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ജീവി ഏകദേശം 7 അടി ഉണ്ടാകും. കാണാൻ ഒരു മനുഷ്യനും പക്ഷിയും കലർന്നതുപോലെയായിരിക്കും. അതിന്റെ സ്കിൻ, ചിറക് എല്ലാം വെള്ള നിറത്തിലായിരുന്നു, കണ്ണുകൾ ചുവന്ന നിറത്തിലായിരുന്നു എന്നും അവർ പറഞ്ഞു. എന്നാൽ എത്ര തന്നെ ആ ജീവിയെക്കുറിച്ച് അവർ വിവരിച്ചു പറഞ്ഞാലും, ഇതിനെക്കുറിച്ച് ന്യൂസ് പേപ്പറിൽ ഇട്ടാൽ പോലും ഈ ഒരു കാര്യം വലിയ രീതിയിലൊന്നും ചർച്ചാ വിഷയമായില്ല. ആരും അത് വിശ്വസിച്ചില്ല. എന്നാൽ ഈ സംഭവം നടന്ന ശേഷം പല ജനങ്ങൾ മോത്ത്മാനെ കണ്ടത് റിപ്പോർട്ട് ചെയ്തു. ആ മോത്ത്മാൻ കാണാൻ എങ്ങനെയായിരുന്നു എന്ന് കണ്ടവരോട് ചോദിച്ചപ്പോൾ അവർ കണ്ട അടയാളങ്ങളെല്ലാം ആ കപ്പിൾസ് കണ്ട അടയാളങ്ങളുമായി മാച്ച് ആയിരുന്നു. ഇതിനുശേഷമായിരുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ അറിയാൻ തുടങ്ങിയത്. പല ന്യൂസ് മീഡിയാസിൽ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, ചർച്ചകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലെ എഡിറ്റർ ഈ ഒരു ക്രിയേച്ചറിന് ഒരു പേര് കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് വളരെ ഫേമസ് ആയിരുന്നു ബാറ്റ്മാൻ കോമിക്. ആ ബാറ്റ്മാൻ കോമിക്കിൽ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടാകും, കില്ലർ മോത്ത് എന്നാണ് ആ വില്ലന്റെ പേര്. ആ കില്ലർ മോത്തിനെ കാണാൻ ഇവർ പറഞ്ഞ അടയാളങ്ങളുമായി എക്സാക്ട് മാച്ച് ആകുമായിരുന്നു. അതുകൊണ്ട് ആ കില്ലർ മോത്തിലെ കില്ലറിനെ മാത്രം മാറ്റിയിട്ട് മോത്ത്മാൻ എന്ന പേര് ആ ഒരു ക്രിയേച്ചറിന് കൊടുത്ു. പിന്നീട് എല്ലാ ന്യൂസ് പേപ്പറും ഈ ഒരു പേര് തന്നെ പിന്തുടരാൻ തുടങ്ങി. ഈ സംഭവം നടന്ന് 13 മാസം കഴിഞ്ഞ് ഡിസംബർ 15, 1967 ഒഹിയോ റിവറിന് മുകളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ബ്രിഡ്ജ്, ആ ഒരു ബ്രിഡ്ജ് തകർന്ന് ആ ബ്രിഡ്ജിലുണ്ടായിരുന്ന 31 കാറ്, ട്രക്ക്, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നു. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ ബ്രിഡ്ജിന് മുകളിൽ മോത്ത്മാനെ കണ്ടതായി ഒരുപാട് പേർ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷമായിരുന്നു മോത്ത്മാൻ ലോകം മുഴുവനും ഫേമസ് ആകാൻ തുടങ്ങിയത്. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മോത്ത്മാൻ പ്രൊഫസീസ് എന്ന ഒരു ബുക്ക് പോലും റിലീസായി. കൂടാതെ മോത്ത്മാന്റെ ഒരു സ്റ്റാച്യു പണിതു. എന്നാൽ ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നാലും ഈ മോത്ത്മാൻ എന്താണ് എന്നുള്ളതിന് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇവരെല്ലാവരും കണ്ടത് സാൻഡിൽ ഗ്രേൻ എന്ന ഒരു പക്ഷിയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ആ ഒരു പക്ഷിയെ കാണാൻ മനുഷ്യന്റെ ഹൈറ്റിൽ വളരെ ഭീമാകാരമായ ചിറകുകളോടുകൂടി ഒരു പക്ഷിയാണ്. അതിന്റെ ശരീരം വെള്ള നിറമായിരിക്കും, കണ്ണുകൾ ചുവന്ന നിറമായിരിക്കും എന്നും പറയുന്നു. കൂടാതെ ഈ പക്ഷി കണ്ട ആ ഒരു സ്ഥലം, ആ ഒഹോയോ എന്ന സ്ഥലം World War II നടക്കുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ലാബ് ഉണ്ടായിരുന്നതായും അവിടെയുള്ള കെമിക്കൽ വേസ്റ്റ് എല്ലാം ഒഹിയോ റിവറിൽ കലർന്നതായും പറയുന്നു. അങ്ങനെ കലർന്ന ആ കെമിക്കൽ വേസ്റ്റ് അവിടെയുള്ള ഏതോ ഒരു പക്ഷി, ഈ സാൻഡിൽ ക്രെയിൻ എന്ന പക്ഷി കഴിച്ചതുകൊണ്ട് അത് മ്യൂട്ടേറ്റായി ഇങ്ങനെ ഒരു രൂപം അതിന് ഉണ്ടാകാൻ സാധ്യതയുണ്ടായി എന്നും തിയററ്റിക്കലായി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. പക്ഷെ ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഇതിനുശേഷം മോത്ത്മാനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്ന് ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്താലും സത്യത്തിൽ ഈ മോത്ത്മാൻ എന്താണ് എന്നുള്ളത് ഒരു മിസ്റ്ററി തന്നെയാണ് ഇന്നും. അടുത്ത് കാണാൻ പോകുന്നത് മിസ്റ്ററി ഓഫ് ഓക്ക് ഐലാൻഡ്. കാനഡയിലുള്ള ഈ ഐലാൻഡിൽ 1795 ഡാനിയൽ മെക്നീലിസ് എന്ന 16 വയസ്സുള്ള കുട്ടി ഒരു ട്രിപ്പിനായി പോകുന്നു. അങ്ങനെ അവൻ പോകുമ്പോൾ അവിടെ വലിയൊരു ഓക്ക് മരം കാണുന്നു. അതിനടുത്തുള്ള തറയിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കാണുന്നു. ആ തറയിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആ അടയാളം കാണുമ്പോൾ ആ സ്ഥലത്ത് ഒരു ബ്ലോക്ക് ഡിവൈസ് ഉപയോഗിച്ചതുപോലെ തോന്നി. ഈ ഡിവൈസ് എന്തിനുപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഒരു വലിയ കിണറോ കുഴിയോ എടുത്ത് അതിനുള്ളിൽ ഏതോ ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഇറക്കണം എന്നുണ്ടെങ്കിലാണ് ഇത് ഉപയോഗിക്കുക. ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം കൂട്ടിക്കൊണ്ട് അവിടെ വലിയൊരു കുഴിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ കുഴിയെടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ഒരു വ്യത്യസ്തമായ കല്ല് കിട്ടി. ആ കല്ലിൽ എന്തോ ഒന്ന് എഴുതിയിരുന്നു. പക്ഷെ അത് ഏത് ഭാഷയാണെന്ന് അവന് മനസ്സിലായില്ല. അതുകൊണ്ട് അതങ്ങനെ മാറ്റിവെച്ചിട്ട് വീണ്ടും ആ കുഴിയെടുക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. ഈ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന കടലിലെ വെള്ളം ആ കുഴിക്കുള്ളിലേക്ക് വളരെ വേഗത്തിൽ നിറയാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്നുപോയ അവർ അതിനുള്ളിൽ മുങ്ങിപ്പോകാതിരിക്കാനായി പകുതിയിൽ വെച്ച് തന്നെ ആ ജോലി അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ഇത് നടന്ന് പല വർഷം കഴിഞ്ഞ് 1865 ഒരു ആർക്കിയോളജിസ്റ്റ്
അവർ പുറത്തേക്ക് എടുത്തുകൊണ്ടുവന്ന ആ കല്ല് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ എന്തെഴുതിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൽ എഴുതിയിരുന്നത് വായിക്കുമ്പോൾ അയാൾക്ക് തന്നെ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. അങ്ങനെ അതിൽ എഴുതിയിരുന്നത്, ആ കുട്ടികൾ കുഴിയെടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് അടുത്ത് ഒരു 10 മീറ്റർ കൂടെ അവർ പോയിരുന്നു എന്നുണ്ടെങ്കിൽ വിലമതിക്കാനാകാത്ത വലിയൊരു നിധി അവർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു നിധി ഉള്ളതായിരുന്നു ആ കല്ലിൽ എഴുതിയിരുന്നത്. ഇതറിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ആ ഓക്ക് ഐലാൻഡിൽ പോയി അവിടെയുള്ള ആ നിധി കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടികൾ ഏത് സ്ഥലത്താണോ കുഴി എടുത്തത് എന്നുള്ളത് പോലും അയാൾക്ക് മനസ്സിലായില്ല. ഇതിനുശേഷം ഇക്കാര്യം ഒരുപാട് പേർ അറിയാൻ തുടങ്ങി. ഒരുപാട് പേർ ആ സ്ഥലത്ത് നിധി തേടി പോകുന്നു. എന്തിന്? ആ സമയത്ത് ആ നാടിന്റെ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽ അദ്ദേഹവും ഈ ഒരു നിധിയെ തേടി ഓക്ക് ഐലാൻഡിൽ പോയതായി പറയുന്നു. ഇങ്ങനെ ഒരുപാട് പേർ ആ ഐലാൻഡിൽ നിധി തിരഞ്ഞാൽ കൂടിയും ഇന്നുവരെയും ആർക്കും അത് കിട്ടിയില്ല. അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് മണി പിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണി പിറ്റ് ഇൻ ഓക്ക് ഐലാൻഡ് എന്ന കാര്യം ഇന്നുവരെയും മിസ്റ്ററി ആയി തന്നെ ഉണ്ട്. മൂന്നാമതായി കാണാൻ പോകുന്നത് ഡയറ്റ്ലോവ് പാസ് ഇൻസിഡന്റ്. 1959 ഫെബ്രുവരി മാസം 1 റഷ്യയിലുള്ള ഒരു മൗണ്ടൈനിൽ മല കയറാനായി 10 പേർ പ്രൊഫഷണൽ ഹൈക്കേഴ്സ് പോകുന്നു. അതിൽ ഒരാൾക്ക് പരിക്ക് സംഭവിച്ചതുകൊണ്ട് പകുതിയിൽ വെച്ച് തന്നെ അയാൾ തിരികെ പോകുന്നു. ബാക്കിയുള്ള 9 പേർ മാത്രം യാത്ര തുടർന്നു. അതിൽ ഒരാൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ഒരു ദിവസം എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യമെല്ലാം ഡയറിയിൽ എഴുതി വെച്ചു. അവസാനമായി ആ ഡയറിയിൽ അയാൾ ഒരു കാര്യം എഴുതിയിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ എന്ത് കാണാൻ പോകുന്നു എന്നുള്ളതിനെ ചിന്തിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷയുണ്ടെന്ന് എഴുതിയിരുന്നു. പക്ഷെ സത്യത്തിൽ അടുത്ത ദിവസം രാവിലെ അവർക്കായി കാത്തിരിക്കുന്ന സംഭവങ്ങൾ അവർ ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാകില്ല. ഒരു ടെൻ്റ് എടുത്ത് ഈ 9 പേർ താമസിക്കുമ്പോൾ അന്ന് അവിടെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. എങ്കിലും ആ ഒരു സ്ഥലത്ത് തണുപ്പ് കൂടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഏതോ ഒരു കാരണം കൊണ്ട് അവരെല്ലാവരും ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവരെ തിരഞ്ഞു പോയവർ ഒരു മഞ്ഞുമലയിൽ 9 പേരും മരിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കണ്ടത്. അവരുടെ ബോഡി പരിശോധിക്കുമ്പോൾ അവർ വളരെ ക്രൂരമായ രീതിയിൽ മരിച്ചിട്ടുണ്ട്. തലയൊട്ടിയെല്ലാം പൊട്ടിച്ചതഞ്ഞു പോയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലായി, മനുഷ്യർ കാരണം ഇവർ മരിച്ചിട്ടില്ല. ഏതോ ഒരു മൃഗം വന്ന് ഇവരെ കൊന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മൃഗം വന്ന് അവരെ കൊന്നു എന്ന് കരുതിയാൽ പോലും ആ മൃഗത്തിൻ്റെ നഖത്തിൻ്റെ പാടുകളോ അറ്റാക്ക് ചെയ്ത അടയാളങ്ങളോ എന്തെങ്കിലും കാണണമായിരുന്നു. എന്നാൽ അങ്ങനെ യാതൊരു അടയാളവും അവിടെ ഇല്ലായിരുന്നു. അതിൽ 2 ബോഡി പരിശോധിക്കുമ്പോൾ ഒന്നിന് കണ്ണുകൾ കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, മറ്റൊരു ബോഡിയിൽ നിന്ന് നാക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് തീർച്ചയായും മനുഷ്യൻ ചെയ്തിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് യാതൊരു സൈക്കോ കില്ലേഴ്സുമില്ല, യാതൊരു മൃഗവും ചെയ്തിരിക്കാനും സാധ്യതയില്ല. അപ്പോൾ അവരെങ്ങനെ മരിച്ചു എന്നുള്ളത് ഇന്നും വളരെ മിസ്റ്ററിയായി തന്നെയുണ്ട്. രണ്ടാമതായി കാണുന്നത് ദ സ്ട്രേഞ്ച് ഡിസപ്പിയറൻസ് ഓഫ് എർഹട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇവരുടെ പേരാണ് അമേലിയ എർഹട്ട്. 1897 ജനിച്ച ഇവർക്ക് ചെറിയ പ്രായം മുതൽ ഡോക്ടറാകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. എന്നാൽ 1920 ആദ്യമായി ഇവർ ഫ്ലൈറ്റ് ഓടിച്ചതിന് ശേഷം ഡോക്ടറാകണമെന്നുള്ള സ്വപ്നം കുഴിച്ചു മൂടിയിട്ട് വലിയൊരു പൈലറ്റ് ആകണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 1932 ലോകത്തിലെ ഏറ്റവും മികച്ച വനിതാ പൈലറ്റ് എന്ന പേര് വാങ്ങി ചരിത്രത്തിൽ അവർ ഇടം പിടിക്കുന്നു. അതിനുശേഷം 1938 ഒരു വലിയ കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ ലോകത്തെ ചുറ്റി വന്ന ആദ്യ വനിത എന്നൊരു സ്ഥാനം ചരിത്രത്തിൽ നേടാനായി ഫ്ലൈറ്റിൽ സെക്കൻഡ് ഗിയർ ഇട്ട് പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ലോകത്തിന്റെ പകുതി ദൂരം ചുറ്റി വരുമ്പോൾ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഫ്യൂവൽ കുറയാൻ തുടങ്ങി. ഈ സമയത്ത് അവർ ഒരു കടലിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റി 100 മൈൽ വരെയും കടൽ മാത്രമായിരുന്നു. കടലിൽ ക്രാഷ് ലാൻഡായി ഇവർ മരിച്ചു പോയിരിക്കാം എന്ന് കരുതി കടൽ മുഴുവനും ഇവരെ തിരയാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ ഫ്ലൈറ്റ് എവിടെ പോയി, ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു എവിഡൻസുമില്ല. ഇവർ പോകുന്നതിന് മുൻപ് ഇന്ധനം കറക്റ്റായി ചെക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല. എമിലേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് ലെസി ദ ലോസ്റ്റ് നെച്ച് മോൺസ്റ്റർ. ഈ ലോകത്തിൽ ഇതുവരെയും നമ്മൾ ഒരുപാട് ജീവികളെ കണ്ടുപിടിച്ചാലും നമ്മൾ കണ്ടുപിടിക്കാത്ത, കണ്ണിൽ പോലും പെടാത്ത പല ജീവികൾ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ UK-യിൽ സ്കോട്ടിഷ് ഐലാൻഡ് എന്ന ഈ ഒരു സ്ഥലത്ത് ലോച്ച് നെച്ച് എന്ന റിവറിൽ വളരെ വ്യത്യസ്തമായ ഒരു മോൺസ്റ്റർ ജീവിക്കുന്നതായി പല വർഷമായി അവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു. കാണാൻ വളരെ ഭീകരമായ സൈസിൽ ഒരു ഡ്രാഗൺ ഡൈനോസർ കലർന്നതുപോലെ തോന്നുന്ന ഈ ഒരു ജീവിയെ ലെസി എന്ന ഒരു നിക്നെയിം കൊടുത്തു അവിടെയുള്ള ആളുകൾ. ഈ ഒരു പേരിലാണ് അവിടെയുള്ള ആളുകൾ പണ്ട് മുതലേ ഈ ഒരു ക്രിയേച്ചറിനെ വിളിക്കുന്നത്.
പക്ഷേ ഈ ഒരു ജീവി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. എങ്കിലും 1933 ഫെബ്രുവരി മാസം 1-ാം തീയതി ആ നദിക്കരയിലൂടെ പോയ 2 പേർ വളരെ വ്യത്യസ്തമായ ഒരു മോൺസ്റ്ററെ കണ്ടതായി പറയുന്നു. ഇക്കാര്യം ന്യൂസ് പേപ്പറിലും വളരെ ചർച്ചാ വിഷയമായി. ശേഷം ഈ ഒരു മോൺസ്റ്റർ ലെസി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു മോൺസ്റ്ററെ കണ്ടുപിടിക്കുന്നവർക്ക് $20,000 സമ്മാനത്തുക നൽകാമെന്നും അക്കാലത്ത് അറിയിച്ചിരുന്നു. ഇത് കേട്ട് ഒരുപാട് പേർ ആ സ്ഥലത്ത് പോയി തിരക്കിയാൽ കൂടിയും ആ ഒരു റിവറിന് ആഴം കൂടുതലായതുകൊണ്ട് ആ ഒരു ജീവി അതിനകത്ത് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും പോയവർക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കൂടാതെ അന്നത്തെ കാലത്ത് അത്ര വലിയ ടെക്നോളജീസും ഇല്ലായിരുന്നു. 1960 ബ്രിട്ടീഷ് റിസർച്ച് സെന്ററിൽ നിന്നും ലെസി എന്ന ഒരു ക്രിയേച്ചർ സത്യത്തിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായി ഒരു പ്രത്യേക ടീമിനെ അയച്ച് ആ ഒരു റിവറിനുള്ളിൽ പോയി റിസർച്ച് ചെയ്തു. അങ്ങനെ തിരയുമ്പോൾ ആ ഒരു റിവറിനുള്ളിൽ വലിയൊരു ജീവി അവരെ ക്രോസായി പോയതുപോലുള്ള ചില തെളിവുകൾ കിട്ടിയിരുന്നു. എന്നാൽ അത് ലെസി ആണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഇതിനുശേഷം അവിടെ ഒരുപാട് റിസർച്ചുകൾ നടന്നാൽ പോലും ആ ഒരു ലെസി എന്ന ജീവി ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു 5 കാര്യങ്ങളിലും നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടാതെ ഈ ലോകത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ക്രിയേച്ചർ ഉണ്ടെങ്കിൽ അതിന്റെ പേര് താഴെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.